ഡോക്ടർ പി വിജയകുമാർ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം കാലാവസ്ഥാ വിദഗ്ധൻ കൂടിയാണ്. അദ്ദേഹത്തിലേക്ക് കൂടി പോകാം. ഡോക്ടർ പി വിജയകുമാർ, എല്ലാവരും പറയുന്നത് ഒരു ദിവസം, ഇന്നത്തെ രാത്രി പെയ്യുന്ന മഴ എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ മഴ മുന്നറിയിപ്പുകൾ അനുസരിച്ച് കൂടുതൽ മഴയുണ്ടാകാനുള്ള സാധ്യതയാണോ കാണുന്നത്? നമ്മുടെ IMDയുടെ പ്രവചന പ്രകാരം നേരത്തെ ഡയറക്ടർ പറയുന്നത് പോലെ തന്നെ നാളെയും കൂടി നമ്മൾ ശക്തമായ മഴ തന്നെ പ്രതീക്ഷിക്കണം. ഇന്നത്തോളം ശക്തമായ മഴയാവുമോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ സാറ്റലൈറ്റ് ഇമേജസ് എന്നെല്ലാം കാണുന്നത് ഈ തിക്നെസ് കുറച്ചുകൂടി കുറഞ്ഞ ഇന്നലെ രാത്രിയും ഇന്ന് പകലും ഒക്കെ ലഭിച്ച മഴമേഘങ്ങളെക്കാൾ തിക്നെസ് കുറഞ്ഞ ഒരു 10 കിലോമീറ്റർ ഉയരം വരെ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഹൈറ്റ് വരെയുള്ള മേഘപാളികളാണ് ഇപ്പോ അറബിക്കടലിൽ നിന്ന് കേരള തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ മഴ പെയ്യിപ്പിക്കും. പക്ഷെ ശക്തി തീവ്രത ചിലപ്പോൾ ഇന്നത്തേക്കാളും കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. നാളെ വൈകിട്ടോടുകൂടി തന്നെ മഴയുടെ ശക്തി കുറയും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ ജൂൺ മാസത്തിലെ അവസാനം, ജൂലൈ മാസത്തിലൊക്കെ നമുക്ക് ശരിക്കും കിട്ടേണ്ട മഴ കിട്ടാത്തത് കൊണ്ട്, അത് നമ്മളുടെ കരഭാഗത്ത് കിട്ടാത്തതുപോലെ തന്നെ സമുദ്രഭാഗത്തും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു അറബിക്കടല് സാധാരണത്തെക്കാൾ കുറച്ച് ചൂട് കൂടുതലാണ്. അതുകൊണ്ട് അറബിക്കടലിൽ നിന്ന് വരുന്ന നീരാവി വളരെയധികം കൂടുതലാണ്. അതാണ് നമുക്കിപ്പോൾ ഇങ്ങനെ പരക്കെ മഴ, കാരണം തെക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി കൂടുകയും കൂടി ചെയ്തപ്പോ കേരളത്തിൽ നിറയെ പെട്ടെന്നുള്ള മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് 2018 താരതമ്യം ചെയ്യുന്നത് മഴ വെള്ളത്തിന്റെ ഉയർന്ന സ്ഥലങ്ങൾ എവിടേക്കൊക്കെ വെള്ളം വന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇത് ശരിക്ക് കമ്പയർ ചെയ്യേണ്ടത് 2019 ഓഗസ്റ്റ് മാസത്തിലെ മഴയുമായിട്ടാണ്. ഓഗസ്റ്റ് മാസം ഈ വർഷത്തെ പോലെ തന്നെ ഓഗസ്റ്റ് മാസം 8-ാം തീയതി വരെ 2019 മഴ കുറവായിരുന്നു. ജൂൺ മാസം 1-ാം തീയതി മുതൽ എല്ലാ ദിവസങ്ങളിലും ഡെഫിഷ്യന്റ് എന്ന് പറഞ്ഞ് ഈ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് അവസാനത്തോടു കൂടിയിട്ട് പെയ്ത മഴ പ്രത്യേകിച്ച് ഓഗസ്റ്റ് 8-ാം തീയതി പെയ്ത ശക്തമായ മഴയിലാണ് അതും വരെ ഉണ്ടായിരുന്ന മഴക്കുറവ് മുഴുവൻ നികത്തപ്പെട്ടത്. അന്നാണ് ഇങ്ങനെ ഒരു വ്യാപകമായി 10,000-കണക്കിന് സ്ക്വയർ കിലോമീറ്റേഴ്സ് പ്രദേശങ്ങളില് പെട്ടെന്നുള്ള ലഘുമേഘ വിസ്ഫോടനം പോലത്തെ മഴയൊക്കെ നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. നമ്മൾ 2021 തന്നെ അതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും വ്യാപകമായി സയന്റിഫിക് കമ്മ്യൂണിറ്റി ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനിയുള്ള വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള മഴ സ്വഭാവം നമ്മൾ പ്രതീക്ഷിക്കണമെന്നുള്ളത് നേരത്തെ തന്നെ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ ഡിസ്കഷൻ ഉള്ളതും വേണ്ടത്ര അറിവുള്ളതുമാണ്. മഴയുടെ സ്വഭാവം മാറുകയാണ്. ഒരു ജില്ല മുഴുവൻ, നമ്മളുടെ മൊത്തം 38,000 സ്ക്വയർ കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തൃതി എങ്കിൽ അതിനകത്ത് 5-6 ജില്ലകളെ ഒരുമിച്ച് ബാധിക്കുന്ന രീതിയിലുള്ള പെരുമഴ പെയ്ത്ത് നമുക്ക് 2019 ആരംഭിച്ചതും അതിനുശേഷമുള്ള മിക്കവാറും വർഷങ്ങളിൽ പല സ്ഥലങ്ങളിലും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതുമാണ്. അപ്പൊ ഈ ഒരു നാളത്തെ ദിവസത്തെ കൂടി മഴ നിർണായകമാണ്. ഇന്ന് മഴ കിട്ടിയ സ്ഥലങ്ങളിൽ തന്നെയാണ് മഴ കിട്ടുന്നതെങ്കിൽ അതിന്റെ ക്യുമുലേറ്റീവ് എഫക്റ്റ് കൂടുതലായിരിക്കും. ഞാൻ അങ്ങേലേക്ക് വരണം. അങ്ങ് ദയവ് ചെയ്ത് തുടരണം. ഡിബേറ്റ് വിത്ത് മാധു സജി.